ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ. ഈശോയുടെ ഈ ആഹ്വാനം ഏറ്റെടുത്ത് നഴ്സസ് മിനിസ്ട്രി 2015 മെയ് മാസത്തിൽ തുടങ്ങിയ നഴ്സസ് ടൈം ഇന്ന് 500-ന്റെ തികവിൽ എത്തി നിൽക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദി മാത്രമേ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നുള്ളൂ. രോഗികളെ ശുശ്രൂഷിക്കാനും മരുന്നും ഇഞ്ചക്ഷനും മാത്രം കൊടുക്കാൻ അറിയുന്ന നഴ്സുമാർ മീഡിയയുടെ ഈ പുതിയ രംഗത്തേക്ക് ഷാലോം ടിവിയിലൂടെ കടന്നു വന്നത് ഒന്നും അറിയാതെയാണ്. അന്നു മുതൽ ഇന്നോളമുള്ള നഴ്സസ് ടൈമിന്റെ യാത്രയിൽ അനേകം പേരുടെ കണ്ണുനീർ വീണ മധ്യസ്ഥ പ്രാർത്ഥനകളും, ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണം മറന്ന് റെക്കോർഡിങ്ങിനായി ഓടി നടന്നവരുടെ തീക്ഷ്ണതയും, ഇതിനെല്ലാം വേണ്ടി ഭവനങ്ങൾ തുറന്നു തന്നവരെയും സാമ്പത്തികമായി സഹായിച്ചവരെയെല്ലാം പ്രാർത്ഥനയോടെ ഓർക്കുകയും സ്വർഗത്തിന്റെ കൃപാസമൃദ്ധി അനുഭവിക്കാൻ ദൈവം ഇടവരുത്തുകയും ചെയ്യട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നഴ്സസ് ടൈം തുടങ്ങി ഇന്ന് 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ നഴ്സസ് മിനിസ്ട്രിയുടെ ആദ്യത്തെ മീഡിയ കോർഡിനേറ്റർ ആയിരുന്ന റാണി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ നമുക്കിപ്പോൾ ക്ഷണിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ 500-ാമത്തെ എപ്പിസോഡിലേക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആശേ, ദൈവത്തിന് മഹത്വം. ചേച്ചി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ ചേച്ചി 2 മക്കളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിട്ട് ഓടി നടക്കായിരുന്നു. ഇന്ന് 5 മക്കളുടെ അമ്മയായിട്ട് ദൈവം ഉയർത്തിയിരിക്കുകയാണല്ലേ. ഈശോയ്ക്ക് നന്ദി. ചേച്ചി, നമ്മളൊന്നും അറിയാതെയാണ് നമ്മുടെ നഴ്സസ് ടൈം തുടങ്ങുന്നത്. അപ്പോൾ അന്നത്തെ നമ്മുടെ ആദ്യ കാലത്ത് ആ നഴ്സസ് ടൈമിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അതൊക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും നഴ്സസ് ടൈമിന്റെ ആദ്യ കാലങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അത്ഭുതത്തോടു കൂടി മാത്രമേ ഓർക്കാൻ സാധിക്കത്തുള്ളൂ. ഹൃദയത്തിൽ നന്ദി മാത്രമേ ഉള്ളൂ ദൈവത്തോട്. 2014 ഒരു നഴ്സസിന്റെ പ്രോഗ്രാമിന്റെ സമയത്ത് നമ്മുടെ ബെന്നി പുന്നത്ര സാർ UAE വന്നപ്പോൾ എന്നെയും അതുപോലെ ഹസ്ബൻഡിനെയും വിളിച്ച് ഈ നഴ്സസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും അറിയില്ല. പക്ഷേ ബെന്നി സാർ പറയുമായിരുന്നു, ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരാം, ഇതിനുള്ള ആൾക്കാരെ നമുക്ക് ചേർത്ത് തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം ഷാലോമിൽ, കോഴിക്കോട്ട് ഷാലോമിൽ പോയി അതിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. അതെ, എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആദ്യത്തെ നമ്മുടെ എപ്പിസോഡ് UAE നിന്ന് നമ്മൾ ബഹ്റൈനിലേക്ക് പോവുകയാണ് റെക്കോർഡിങ് ചെയ്യാനായിട്ട്. ബഹ്റൈനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ക്യാമറയും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നു, അവിടെ ചെന്നു ഷൂട്ട് ചെയ്തു തിരിച്ചു പോരുക, ഇത്രയേ നമുക്ക് അറിയത്തുള്ളൂ ആകെ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരവിടെ ഒരാളെ, ജിയോ ഇരാളി എന്ന് പറഞ്ഞ ഒരാളെ അവിടെ നമ്മളെ സഹായിക്കാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഷാലോമിന്റെ ആദ്യകാലങ്ങളിൽ അവിടുത്തെ ചീഫ് ക്യാമറമാൻ ആയിരുന്നു. എന്നിട്ട് ഇദ്ദേഹം വന്നിട്ട് നമ്മളോട് ഇതിന്റെ സ്റ്റോറി ബോർഡ് എവിടെ, ഇതിന്റെ എവിടെയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. സ്ക്രിപ്റ്റ് എവിടെ, സ്റ്റോറി എവിടെ, നമുക്ക് മരുന്ന് ഇഞ്ചക്ഷൻ മാത്രമേ അറിയത്തുള്ളൂ. അന്ന് ആ ജിയോ നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ശരിക്കും LKG പിള്ളേരെ പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു തരുമായിരുന്നു. ശരിക്കും അന്ന് ജിയോ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ ഇപ്പൊ LKG ഗ്രേഡ് 12 ചെല്ലുമ്പോഴും എന്നെ ഓർക്കണമെന്ന്. ശരിക്കും ഈ 500-ാമത്തെ എപ്പിസോഡ് നിൽക്കുമ്പോൾ ഞാൻ ഓർക്കണം, ദൈവത്തിന്റെ എത്ര വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു നഴ്സസ് ടൈം എന്ന്. അതാണ് ഓരോ എപ്പിസോഡിലും ദൈവം എത്ര മനോഹരമായിട്ട് അത്ഭുതകരമായിട്ട് നമ്മളെ നയിച്ചത്. അതെ, തീർച്ചയായിട്ടും ചേച്ചി. കാരണം നമ്മൾ പലപ്പോഴും ബലഹീനരായിട്ട് നിന്നപ്പോൾ കർത്താവ് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോർത്തേൺ ആൻഡ് സദേൺ അറേബ്യയുടെ പിതാക്കന്മാരിൽ നിന്നുള്ള നഴ്സുമാർക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങൾ ശ്രവിക്കാം. Dear sisters and brothers, may the Lord give you peace. I am first and foremost pleased to address all the members of the Catholic association called Nurses Ministry. An association I myself had the joy of officially approving a few months ago, but which started several years ago and has already spread to many parts of the world. That is why being a nurse requires a greater sense of humanity and empathy, in addition to technical skills. I see that prayer, the Eucharist, the Rosary, and devotion to the Mother of God are a core part of your life. Prayer is the heart of spiritual life. In prayer, we are in dialogue with God. Furthermore, prayer expresses our true self-awareness. In fact, our relationship with God reveals our identity as a children of God, loved by the Lord. It is right for you to emphasize prayer of intercession for your patients and ask Our Lady
to enable you to do your work well. Working in the healthcare world is not just about treating an illness, but also about taking care of the person and their relationships, supporting them throughout the experience of illness and instilling hope. The nurse is not just someone who performs specific clinical interventions, but also who cares for the people in their unity and totality. Dear members of the Nurse Ministry Association, please continue on this path. We thank the Lord for the gift of your charism in service of the Church's mission among those who are sick. Be witnesses in the field of healthcare of the joy of the gospel and to God's tenderness for every person who is suffering. Dear brothers and sisters, I am glad to introduce myself and also my experience about the nurses ministry. You know that I am the bishop of this vicariate of Northern Arabia. My experience is that the nurses are in all hospitals, clinics. They were always referring to me about the situation of the sick people, but also the presence of Catholics who are in need of the spiritual approach and the sacrament. This was very important, especially in this part of the world who we are the minority as a Catholic, and their presence in the different institutions is very important for us because we can know, we can see, we can touch the reality of our Catholic and also other people who can share our faith and share our mission. And so the nurses ministry now is organized better than before, because before it was a personal approach, community approach. Now it's an official ministry in our vicariate, north and south. And this is important for us to organize ourselves because, you know, the church prefers to be organized in order to touch and to go deeply in the meaning of each ministry. This ministry is rooted in the gospel, following Jesus, expressing all what we have received, the gift we have received, the gift we want to share, and the most important is the love of God the Father through Jesus in the Holy Spirit. So for this, I encourage all of you to, if you are nurses, to share this ministry for reflection, go deeply in the meaning of what you are doing. We can say it's not only a job, of course, we have to be professional, but it's not only a work, it's also a mission. It's an important mission. If you are Catholic, if you are Christians, this mission is touching the heart of people. And for this, it's important to share with other nurses. We have also an aspect very important today as we have ethical problems, because sometimes the world is going and science is going over the value of the gospel. It's also a time to stop and to reflect, to be together, to see how to answer these requests who are a little bit in contradiction with the gospel and with our morality. So it's important to be together, not to face this problem alone, but to be together, stronger, to pray, to ask the Holy Spirit to be with us and to tell us what is the way, the best way to answer the challenges of today, ethical challenges, medical challenges, science challenges, because now the situation is going on and problematic are also happening. So, dear brothers and sisters, if you are nurses, please join this ministry, and in order to be stronger together and to share the love of God through your hand of healing, through your heart of loving, and through your reflection. You can help the church because you are on the field. You can help the church in
a reflection about ethics, about answer we have to give to the challenges of today. Thank you so much, and may God bless you. குட் ஈவினிங் ஜானகி. குட் ஈவினிங். ஏய், என்ன அக்கா, இன்னைக்கு உங்களோட ஆஃப் டே தானே? என்ன ஆச்சு? അത് രാവിലെ നമ്മുടെ രേഷ്മ വിളിച്ചിരുന്നു. അവളുടെ പേരൻസ് വിസിറ്റിൽ വന്നിട്ടുണ്ട്. അതുമല്ല, ഇന്ന് അവളുടെ മമ്മിയുടെ 50th ബർത്ത്ഡേയാ. മമ്മിക്ക് വേണ്ടി അവളൊരു സർപ്രൈസ് ട്രീറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചാൻസ് അവൾക്കിനി കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ടാ ഞാൻ. அக்கா, எப்போதும் நீங்க மட்டும்தான் இப்படியெல்லாம் அட்ஜஸ்ட் பண்ணுவீங்க. ഞാൻ പോവാ. அக்கா, நீங்க இருங்க, நான் போறேன். அந்த பேஷண்ட்டோட நிலைமை ரொம்ப மோசமா இருக்கு. ഈശോയെ, ദേ ഞാനിന്ന് ആരെയെല്ലാം തൊടുന്നു അവരെയെല്ലാം ദാ ഇതുപോലെ നീയും തൊടണേ. ഹാപ്പി ബർത്ത്ഡേ മമ്മി. മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പള്ളി പോകാനിരുന്നതാ. അപ്പോഴാ നമ്മുടെ രേഷ്മയില്ലേ, അവൾക്ക് പകരം ഡ്യൂട്ടി എടുക്കാമോന്ന് ചോദിച്ചു. പാവം, അവൾ ഒരുപാട് ആഗ്രഹിച്ച ദിവസമാണെന്ന്. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ആകാനല്ലേ മമ്മി എന്നെ പഠിപ്പിച്ചത്. നമ്മുടെ നേഴ്സസ് ടൈമിന്റെ ആദ്യത്തെ എപ്പിസോഡിലെ ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന അന്നെ ആരും മറന്നിട്ടുണ്ടാവില്ല. ആ നിമ്മി ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അന്നത്തെ അന്ന ഇന്നത്തെ നമ്മുടെ ഇന്റർനാഷണൽ മീഡിയയുടെ കോർഡിനേറ്റർ കൂടിയാണ്. ദൈവം വലിയൊരു പദവി കൊടുത്തിരിക്കുകയാണ് അല്ലേ. അന്നയിൽ നിന്നും ഈ ഒരു മീഡിയ കോർഡിനേറ്റർഷിപ്പിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു നിമ്മി? അതെ റാണി, അന്ന് ഒരു എപ്പിസോഡിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. അതിനുശേഷം സിനോഷ്, പ്രിൻസിയൊക്കെ ഈ മീഡിയയെ നയിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എന്നെ കർത്താവ് ഇൻ്റർനാഷണൽ മീഡിയ കോർഡിനേറ്ററിൻ്റെ ഉത്തരവാദിത്തം തന്നു. ഇപ്പോൾ നമുക്ക് ശരിക്കും ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, പിന്നെ അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഡൽഹി, ജയ്പൂർ, പിന്നെ ഒമാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ മനോഹരമായിട്ട് എപ്പിസോഡുകൾ അവർ എടുത്തു തരുന്നുണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു ഇനിയും രാജ്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങൾ നമുക്ക് വേറെ രാജ്യം, അതുപോലെ ഇവിടുന്ന് പോയേക്കണവരൊക്കെ വേറെ രാജ്യങ്ങളിൽ ചെന്നും എപ്പിസോഡുകൾ തരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും അവരുടെ എല്ലാ ഹാർഡ് വർക്കിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അല്ലേ. അതെ അതെ. പ്രൈസ് ദ ലോർഡ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-21 വചനം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേക്ക് പോവുക. 2016 ഞങ്ങളുടെ കുടുംബം കടന്നുപോയ കഷ്ടതയുടെ കാലം ഞാൻ ഓർക്കുന്നു. അന്ന് എൻ്റെ 2ാമത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് റുബെല്ല വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായതിനെ തുടർന്ന് അമ്മയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഡോക്ടർ ഞങ്ങളോട് ഞങ്ങളുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള അഡ്വൈസ് തന്നു. അന്ന് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഏറെ ഭയന്നും വിഷമിച്ചു ഇരുന്നപ്പോൾ ഷാലോം TV-യിൽ നഴ്സസ് ടൈംസിലെ ഒരു എപ്പിസോഡ് കാണാനിടയായി. ആ എപ്പിസോഡിൽ ഞങ്ങളുടേതായ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം ഞങ്ങൾ കേട്ടു. അവർ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയും ദൈവം അവർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. ആ എപ്പിസോഡിൽ ആ മോളെ ഞങ്ങൾ കാണാനിടയായപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം, ഈശോ ഞങ്ങളോട് ഇതാണ് വഴി, ഇതിലേക്ക് പോകുക എന്ന് പറയുന്നതായിരുന്നു. പിന്നെ ഒരാശങ്കയും കൂടാതെ ഞങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയും 26 സെപ്റ്റംബർ 2016 നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ മോന് 9 വയസ്സ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈ നഴ്സസ് ടൈം കാണുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ഹൃദയങ്ങളെ ഈശോ തൊടട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ജോഫി റിമിൽ. ഞാൻ ഒമാനിലെ സോഹാർ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ അയച്ച പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരിക സാധ്യമല്ല. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിലേക്ക് എങ്ങനെയാണ് നമ്മെ ആകർഷിക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം നേഴ്സസ് ടൈമിൽ ഞാൻ കണ്ടൊരു സാക്ഷ്യം ഇതിനുള്ളൊരു ഉത്തരമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞാൻ നേഴ്സസ് ടൈമിൽ ഒരു സാക്ഷ്യം കാണാനിടയുണ്ടായി. ICUയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് മരണാസന്നനായി കിടക്കുന്ന തൻ്റെ രോഗിക്ക് വേണ്ടിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഹോപ്പില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞെടുത്ത് ആ വിശ്വാസപ്രമാണത്തിൻ്റെ ശക്തിയിലൂടെ ആ രോഗിയുടെ കൈകളിലും കാലുകളിലും ചലനം കാണാൻ സാധിച്ചു. ശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി. ആ സാക്ഷ്യം കേട്ട അന്ന് മുതൽ എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെ ആയിക്കൂടാ? ഞാൻ നോക്കുന്ന രോഗികൾക്കും ഈ വിശ്വാസപ്രമാണത്തിൻ്റെ ഒരു വിശ്വാസം പകർന്നു കൊടുത്തുകൂടാ? അങ്ങനെ ഒരു ദിവസം എൻ്റെ ഡ്യൂട്ടിയിൽ ഞാൻ നോക്കുന്ന ഒരു രോഗിയിലെ ഓക്സിജൻ്റെ അളവ് കുറയാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ വിശ്വാസപ്രമാണം കടന്നു വന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. എന്നിലെ വിശ്വാസപ്രമാണത്തിൻ്റെ എണ്ണം കൂടുന്തോറും രോഗികളെ ഓക്സിജൻ്റെ അളവ് കൂടുവാൻ തുടങ്ങി. അത് കുറച്ചും കൂടി എന്നിലെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തത്. ഈ നേഴ്സസ് ടൈം കാണുന്ന ഓരോ നേഴ്സുമാർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാനും അവർ നോക്കുന്ന രോഗികളിൽ പുതിയ സാക്ഷ്യങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ലിയ ജോർജ്. ഞാൻ തലശ്ശേരി അതിരൂപതാംഗമാണ്. UAE റുവേസ് നഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമായാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ ജീവിതം ദൈവം എഴുതിയൊരു സാക്ഷ്യകഥയാണ്. ഞാൻ നാട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് 2015 നഴ്സസ് ടൈം എന്ന പ്രോഗ്രാം ഷാലോം TV-യിലൂടെ വളരെ യാദൃശ്ചികമായാണ് കാണാനിടയായത്. UAE നഴ്സുമാരിലൂടെ നടക്കുന്ന ഈ ദൈവ ശുശ്രൂഷ എൻ്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ചു. ഞാൻ എൻ്റെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, എനിക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം, എനിക്കും UAE-യിൽ പോകണം. ഞാൻ പ്രാർത്ഥിച്ച കാര്യമെല്ലാം മറന്നുപോയി. പക്ഷേ നഴ്സസ് ടൈം സ്ഥിരമായി കാണാൻ തുടങ്ങി. ഏശയ്യ 65:24 ഇങ്ങനെ പറയുന്നു, വിളിക്കും മുൻപേ ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. ഈ വചനം എൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ സത്യമായി. ഹാദ് പരീക്ഷയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പ്രാർത്ഥിച്ച ആദ്യ നിമിഷം തന്നെ പ്രാർത്ഥന കേട്ട എൻ്റെ ഈശോ എനിക്ക് എല്ലാം സാധിച്ചു തന്നു. അങ്ങനെ 2021 ഞാൻ UAE-യിലെത്തി. ദൈവകൃപയാൽ നഴ്സായി ജോലി ചെയ്യുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. ഒരു ദിവസം അബുദാബി പള്ളിയിൽ പോകുന്ന സമയത്ത് UAE-യിലെ കുറച്ച് നഴ്സുമാരെ പരിചയപ്പെടാനിടയായി. അവരെന്നെ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് ചേർത്തു. ഇത് ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. യോഹന്നാൻ 15:16 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് 2026 ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ നഴ്സസ് ടൈം എന്ന പ്രോഗ്രാമിലൂടെ ഈശോ എന്നെ നയിക്കുകയും UAE നാഷണൽ മീഡിയ കോർഡിനേറ്റർ എന്ന ഉത്തരവാദിത്വത്തിലേക്ക് എന്നെ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഇതൊന്നും എൻ്റെ കൃപയല്ല, ദൈവത്തിൻ്റെ മഹത്തായ പ്രവർത്തനമായിരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സോഫി ഷാജി, ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള കാമ്പർടൗണിൽ നിന്നുമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ നേഴ്സസ് മിനിസ്ട്രിയെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ദുബായിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന നേഴ്സസ് ടൈം എന്ന എപ്പിസോഡിലൂടെയാണ്. അന്ന് മുതൽ എല്ലാ എപ്പിസോഡും തന്നെ ഞാൻ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെയും ഈ നേഴ്സുമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഏറെ താമസിയാതെ തന്നെ ഓസ്ട്രേലിയയിലും ഔദ്യോഗികമായിട്ട് നേഴ്സസ് മിനിസ്ട്രി തുടങ്ങുകയും അതിൻ്റെ ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഈ നേഴ്സസ് ടൈമിലൂടെ വരുന്ന ഓരോ ചെറിയ ചെറിയ ടിപ്സും
എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ഓർക്കുകയാണ്, കോവിഡ് സമയത്ത് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. കോവിഡ് പേഷ്യൻസിനെ നോക്കുവാനായിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഇൻചാർജുമാർ വിടുന്നതിനെ കുറിച്ചൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്തും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നത്, കോവിഡ് പേഷ്യൻസിനെ നോക്കുവാൻ അസൈൻ ചെയ്തു. അന്ന് അത് കേട്ടതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ അത് സ്വീകരിക്കുവാനും കുറച്ച് മാസക്കാലം കോവിഡ് പേഷ്യൻസിനെ ശുശ്രൂഷിക്കുവാനും ഒക്കെ സാധിച്ചത് വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഈ കഴിഞ്ഞ 500 എപ്പിസോഡുകളിലായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നേഴ്സുമാർ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈശോയെ പകർന്നു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതായത് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ എങ്ങനെ ചെയ്തുകൊണ്ട് ഈശോയുടെ നേഴ്സായി തീരാമെന്നുള്ള ചെറിയ ടിപ്സുകൾ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. റോമൻസ് 10:17 പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് നഴ്സുമാരായ നമുക്ക് ലോകമെമ്പാടും പോയി പ്രസംഗിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇതുപോലുള്ള ചെറിയ ജീവിത സാക്ഷ്യങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കുവാൻ സാധിക്കുന്നത് എത്ര വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയത എങ്ങനെ ഈ ടെക്നോളജിയിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഈ എല്ലാ ഞായറാഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന നേഴ്സസ് ടൈം. ഇനിയും ധാരാളം എപ്പിസോഡുകൾ ഇതുപോലെ ഉണ്ടാകട്ടെ എന്നും അതിലൂടെ ധാരാളം പേര് ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. തിരുസഭയോട് ചേർന്ന് മുന്നേറുന്ന നമ്മുടെ നഴ്സസ് മിനിസ്ട്രിക്ക് എല്ലാവിധ സ്പിരിച്വൽ ഗൈഡൻസ് നൽകുന്നത് വന്ധ്യവൈദികരാണ്. അവരുടെ പ്രാർത്ഥനകളും സപ്പോർട്ടുമാണ് നമുക്ക് അഭിഷേകമായി മാറുന്നത്. നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് വലിയൊരു ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ആ വിളി മനസ്സിലാക്കണം. അത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രത്യാശ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിളിയാണ് അല്ലേ. ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ യേശു അവർക്ക് കൊടുത്ത ഒരു പ്രത്യേക കൃപ കൂടിയാണ്, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം. അങ്ങനെയുള്ള വിളിയിൽ നിങ്ങൾ പങ്കാളികളാവുകയാണ്. എത്ര പേര് ഈ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള ചിന്തയോടുകൂടി അല്ല, ഇതൊരു ജോലിയായിട്ട് സ്വീകരിച്ച് നിങ്ങൾ വന്നു അല്ലേ. പക്ഷെ പിന്നീട് നിങ്ങൾ തന്നെ കൂട്ടായ്മയിൽ പലരും തിരിച്ചറിഞ്ഞു ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്ന് അല്ലേ. ആ ദൈവവിളി ആണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു അല്ലേ. അപ്പോൾ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ ആ വിളിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് കൂറുണ്ടായിരിക്കണം. വിളിച്ച വ്യക്തിയായിട്ടിരിക്കണം കുറച്ച് സമയം ആ ശക്തി ലഭിക്കുന്നതിന്. അതിന് ഒരു മാർഗം പ്രാർത്ഥനയാണ് അല്ലേ. പ്രാർത്ഥന, അത് തന്നെ തിരുവചനം അല്ലേ, വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം. അപ്പോൾ വചനം വായിക്കുക, ഇത് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രാർത്ഥനയും വചനവും അധിഷ്ഠിതമായി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ശക്തി ലഭിക്കും. കുരുത്തോല വഹിച്ച കരങ്ങൾ എന്ന് പറയുമ്പോൾ അർത്ഥം ഈശോയെ രക്ഷകനായിട്ട് ഏറ്റുപറഞ്ഞവൻ്റെ കരങ്ങൾ എന്നാണ്. ശരിക്കും അന്തോണിസ് പുണ്യാളൻ ഉണ്ണീശോയെ കരങ്ങളേന്തി ആ അന്തോണിസ് പുണ്യാളനിലൂടെ അത്ഭുതങ്ങൾ ഈ മനുഷ്യരിലേക്ക് എത്തണമെന്ന് നമ്മൾ പാടുമ്പോൾ അത് തന്നെയല്ലേ ശരിക്കും നമ്മൾ കുരുത്തോല പിടിച്ച കരങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. മനസ്സിലുണ്ടാവേണ്ട ഒരൊറ്റ പദം മതി, വേറെ പാട്ടൊന്നും വേണ്ട, ഒരൊറ്റ പദം. ആ പദം ഓശാനയാണ്. രക്ഷിക്കണേ. ആരെ രക്ഷിക്കണമെന്നാണ് നമ്മൾ പറയണേ? ഞങ്ങളെയല്ല, എന്നെ അപ്പനപ്പന പുട്ടടിയല്ല ഇത്. നമ്മൾ പറയുന്നത് ആരെയാണ്? നിങ്ങൾ ഏത് രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴും പറയണത് ഓശാന, കർത്താവെ രക്ഷിക്കണം, ഈ രോഗിയെ നീ രക്ഷിക്കണം. കുരുത്തോല പിടിച്ച കരങ്ങൾ കൊണ്ട് ദൈവമേ വിണ്ണിൽ നിന്നും സൗഖ്യം ഈ മണ്ണിലേക്ക് ഇറങ്ങണം, വിണ്ണിൽ നിന്നും അത്ഭുതങ്ങൾ ഈ മണ്ണിലേക്ക് ഒഴുകണം. അപ്പോൾ ഓശാന വിളിച്ച അധരങ്ങൾ കൊണ്ട്, കുരുത്തോല പിടിച്ച കരങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ശുശ്രൂഷ, അനുദിന ശുശ്രൂഷ ചെയ്യുന്നത് ഇതാണ്. വിണ്ണിലെ അനുഗ്രഹങ്ങൾ മണ്ണിലേക്ക് ഒഴുക്കണം. നിമ്മി ഓർക്കുന്നുണ്ടോ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത വീട്? ആ ബിജേട്ടിന്റെ സ്വപ്നയുടെയും വീട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്നുള്ളത്. ആ വീടല്ല, പക്ഷെ അവരുടെ തന്നെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. സ്വപ്ന നമ്മുടെ കൂടെ ഉണ്ട്.
ചേച്ചി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, നമ്മൾ അന്നത്തെ ആ ഹോളിൽ ഒരു പച്ച തുണിയൊക്കെ ക്രോമയായിട്ട് വലിച്ചു കെട്ടി എത്ര ആങ്കറിങ് അവിടെ ചെയ്തിരിക്കുന്നതല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ച് വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും വന്ന്. ശരിക്കും കുടുംബസമേതം ഇങ്ങ് പോരുവായിരുന്നു എല്ലാവരും. ഒരു 15 പേര് 20 പേരോളം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ ഒരു എപ്പിസോഡിന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. പല പ്രാവശ്യം പറഞ്ഞ് തെറ്റി പോകുമ്പോഴൊക്കെ സ്വപ്ന ചൂടുവെള്ളം കൊണ്ട് ഓടി വരും. ശരിക്കും ഭയങ്കര ഒരു അല്ലേ. ശരിക്കും ഞാൻ ഇന്നും മറക്കില്ല. കാരണം നമ്മുടെ ഈ 500ാമത്തെ എപ്പിസോഡ് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് എടുത്തിട്ടുള്ളത് സ്വപ്ന ചേച്ചിനും ബീജാന്റെ വീട്ടിൽ തന്നെയാണ്. എപ്പോ വിളിച്ചാലും ചേച്ചി വന്നോട്ടെ, അതെന്താ മോളെ വന്നോ എന്ന് പറഞ്ഞ് നമ്മളെ എല്ലാവർക്കും ഉള്ള ഭക്ഷണങ്ങളെല്ലാം റെഡിയായി. എത്ര സന്തോഷമായിരുന്നു അല്ലേ. ഓക്കെ, ഈശോയ്ക്ക് നന്ദി. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു സഭാപ്രസംഗൻ 7:29. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പം ഞാനിത് ഇയാളോട് പറഞ്ഞു. ഞാൻ ഒത്തിരി രോഗിയാണ്, പക്ഷെ ഞാൻ നിന്നെ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുവാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ഒരു 3 ഡയാലിസിസ് ഞാനും അയാളും കൂടെ സംസാരിക്കാൻ തുടങ്ങി. 3ാമത്തെ ഡയാലിസിസിൻ്റെ സമയത്ത് അയാളുടെ കാല് ഡ്രസ്സ് ചെയ്യാൻ വന്ന നേഴ്സ് ചോദിച്ചു വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, ഇവളെന്നെ മാറ്റിയെടുത്തു, സഹനം സന്തോഷമാക്കാൻ ഇവളെന്നെ പഠിപ്പിച്ചെന്ന് പറയും. അപ്പോൾ വിതിൻ 2 ഡേയ്സ് ഈ പേഷ്യൻ്റ് വിഡ്രോ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് വിഡ്രോ ചെയ്ത അയർലൻഡിൽ ഒരു കാര്യമുള്ളൂ, അയാളെ മരിക്കാൻ വിട്ടു കൊടുക്കും അവർ. അപ്പോൾ അയാൾക്ക് ഒരു മോർഫിൻ പമ്പ് സ്റ്റാർട്ട് ചെയ്യും വേദന ഇല്ലാതെ മരിക്കാൻ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ വൈകുന്നേരം ഡ്യൂട്ടിക്ക് എന്ന് പറയുന്ന ഇയാളിങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ ഹാൻഡ് ഓവർ കഴിഞ്ഞ് നേരെ വാർഡിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ചെന്നപ്പോൾ ഇയാളുടെ വളരെ റിച്ച് പേഷ്യൻ്റ് എല്ലാവരും കൂടിയിരിക്കുകയാണ്, അയാൾ മരിക്കാനായിട്ട് ഇവരൊക്കെ കാത്തിരിക്കുക. അപ്പോൾ അതിന് തൊട്ട് മുമ്പേ ഞാൻ എൻ്റെ ജപമാലയും എൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു മിറാക്കുലസ് മെഡൽ ഈ രോഗീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അയാൾ വെച്ചിരിക്കുകയാണ്. അയാൾ അപ്പോൾ ഞാൻ വന്നെന്നാരോ പറഞ്ഞപ്പോൾ ഇയാളിങ്ങനെ ഉറക്കത്തിൽ ഡ്രിഫ്റ്റായി പോകുന്ന അയാളിങ്ങനെ എൻ്റെ കൈ പിടിക്കുവാണ്. അപ്പോൾ ഞാൻ ഇയാളുടെ റിലേറ്റീവ്സിൽ ആ ഭാര്യനെ കണ്ടില്ല. അപ്പോൾ ഞാൻ അയാളുടെ സിസ്റ്ററിനോട് ചോദിച്ചു അന്തികൂദാശ കൊടുക്കാൻ അച്ഛനെ വിളിക്കട്ടെ അങ്ങനെ ഒരു അയാൾ. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു നോ ഇയാൾ ഒരിക്കലും വിശ്വാസിയായിരുന്നില്ല, അത് അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ വിഷമിച്ച് താഴെ തിരിച്ചു വന്നപ്പോൾ തൊട്ട് പിന്നാലെ വൈഫ് എൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ട്രീറ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അയാളുടെ വിൽപത്രം തിരുത്തി എഴുതി. കാരണം ഒരു ഇതും കൂടാതെ അയാൾ ദയിപ്പിക്കണം എന്നായിരുന്നു ആദ്യത്തെ വിൽപത്രം. 2ാമത്തെ വിൽപത്രത്തിൽ അയാൾ എഴുതിയിരിക്കുന്ന ഇപ്രകാരം അത്രേ, ഞാൻ ബോൺ അഗെയിൻ ക്രിസ്ത്യനാണ്, എന്നെ എല്ലാ റിച്വൽസോടും കൂടി പള്ളിയിൽ അടക്കണമെന്നാണ്. ഈശോയ്ക്ക് നന്ദി. അങ്ങനെ അതുപോലെ അന്തികൂദാശ സ്വീകരിച്ചാണ് ആത്മാവിനെ ദൈവം 3 തവണ അയാളെ കാണാൻ എന്നെ അനുവദിച്ചുള്ളൂ. പക്ഷേ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകൾ അയാൾക്കും നന്മയായി തീർന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയായി തീർന്നു വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് മഹത്വം. സങ്കീർത്തനങ്ങൾ 115 അധ്യായം 1 തിരുവചനം ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരും ഈശോയെ അറിയണമെന്ന ലക്ഷ്യത്തോടെ നാം ആരംഭിച്ച ഈ നഴ്സസ് ടൈം ഇനിയും അനേകം നഴ്സുമാരിലേക്ക് ഈശോയെ എത്തിക്കാനുള്ള ഉപകരണമാക്കി ദൈവം മാറ്റട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ.